മാൽദീവ്സിലേക്കാണ് ഞാൻ വന്നെത്തിയിരിക്കുന്നത്. കണക്കിന് ദ്വീപുകൾ കൂടി ചേർന്ന അല്ലെങ്കിൽ ഇതേപോലെ സ്പീഡ് ബോട്ടുകളാണ്. അവർക്ക് ഓൺ അറൈവൽ വിസ അവൈലബിൾ ആണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് സീപ്ലെയിൻ ലോഞ്ചിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. ഏറ്റവും ലാർജസ്റ്റ് സീപ്ലെയിൻ വെള്ളത്തിൽ നിന്നാണ് സ്റ്റാൻഡിൽ തന്നെ ലാൻഡ് ചെയ്യുക. സീപ്ലെയിനുകൾ അടുക്കി 10 15 പേർക്കോ മാത്രം കീലോ അങ്ങനെ ചക്രം അങ്ങനെ ഇതൊന്നും ഇല്ല താഴെ. ഏറ്റവും ഫ്രണ്ടില് കോക്പിറ്റിന്റെ തൊട്ട് ചേർന്നിട്ടുള്ള സീറ്റ് പ്ലെയിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെ പൈലറ്റിന്റെ തൊട്ടടുത്തുള്ളത് നമ്മള് പ്ലെയിൻ ഓടിക്കുന്ന ഫീൽഡിലാണ് നമ്മൾ പോകാൻ കൂടി തുടങ്ങിയിട്ടുണ്ട്. ബോട്ട് പോലെ തന്നെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് നിവർന്ന് നിൽക്കാവുന്ന കൈ ഉയർത്തി ടച്ച് ചെയ്ത ഇന്ത്യ റൂട്ടിലെ ടോപ്പിൽ അത്രേ ഉള്ളൂ. ഒന്ന് കുനിഞ്ഞിട്ട് വേണം ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ ബോട്ടിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഇല്ലാത്ത ചെറിയ കാല് കുത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അന്നാസ് യാത്ര ഡയറീസിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ യാത്രയിൽ നമ്മൾ വന്ന് എത്തിയിരിക്കുന്ന ലൊക്കേഷൻ എവിടെയാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? സോ എല്ലാ കപ്പിൾസും ഡ്രീം ചെയ്യുന്ന എല്ലാ ടൂറിസ്റ്റിന്റെയും ഒരു വളരെ സ്വപ്ന ലോകമായ മാൽദീവ്സിലേക്കാണ് ഞാൻ വന്നെത്തിയിരിക്കുന്നത്. സോ ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ഒക്കെ കയറിയിട്ട് ഞാൻ ഇപ്പം നമ്മുടെ ക്യാപിറ്റൽ മാൽദീവ്സിന്റെ ക്യാപിറ്റൽ സിറ്റി മാൽദീവ്സിലെ മാലി എന്ന ക്യാപിറ്റൽ സിറ്റിയിലെ മാലി എയർപോർട്ടിൽ വന്ന് കാല് കുത്തി കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നേരെ ഞാനിങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിറങ്ങിയതാണ്. അപ്പം നമ്മുടെ മാൽദീവ്സ് ലീഡിങ് ഡെസ്റ്റിനേഷൻ്റെ ഫ്രണ്ടിൽ 2 ക്ലിക്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. കുറച്ച് പൊള്ളത് വെയിലൊക്കെ ഉണ്ട്, എന്നാലും മൈൻഡ് ആക്കുന്നില്ല. നമ്മുടെ നല്ല നീല കടലും കോറൽസും പല ഷിപ്പുകളും സ്പീഡ് ബോട്ടുകളും ഒക്കെ ചീരിപ്പായുന്ന നമ്മുടെ അടിപൊളി ലൊക്കേഷനിൽ കുറേ സ്വപ്നസുന്ദരമായ നിമിഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ആയിരക്കണക്കിന് ദ്വീപുകൾ കൂടി ചേർന്നതാണ് മാൽദീവ്സ് എന്ന് പറയുന്നത്. അപ്പം മാൽദീവ്സിലെ ഈ ഡിഫറെന്റ് ഐലൻഡ്സിലേക്ക് പോകാൻ മാലിയിൽ വന്നിറങ്ങിയിട്ട് ഒന്നെങ്കിൽ സീ പ്ലെയിനോ അല്ലെങ്കിൽ ഇതേപോലെ സ്പീഡ് ബോട്ടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് സീ പ്ലെയിൻ ആണ്. സീ പ്ലെയിൻ 2:30 അപ്പം നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് കിട്ടിയായിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങി ചുറ്റുമൊക്കെ ഒന്ന് കണ്ട് തരാനായിട്ട് ടൂറിസ്റ്റുകൾക്ക് വളരെ ഈസിയാണ്. ടൂറിസ്റ്റുകാർക്ക് ഓൺ അറൈവൽ വിസ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് ജസ്റ്റ് കാണിക്കേണ്ടത് ഇവിടെ സ്റ്റേ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സ്റ്റേ ഉണ്ടെങ്കിൽ സേഫ് ആണ്, ഓൺ അറൈവൽ വിസ കിട്ടുക, നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യുക, പോവാം. അപ്പം ഇവിടെ ലോക്കൽ ഐലൻഡ്സ് ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പല ഓഫറുകളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ലോക്കൽ ഐലൻഡ്സിലുള്ള സ്റ്റേ നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കും. കാരണം വലിയ ചിലവുകളോ കാര്യങ്ങളോ വരുന്നില്ല. അപ്പം അവിടെ 2 ദിവസത്തെയോ 3 ദിവസത്തെ സ്റ്റേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്ന് എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ ഈ മാലി സിറ്റിയിലെക്കാട്ടിലും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ലോക്കൽ ഐലൻഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് റിസോർട്ട്സിലൊക്കെ ആയിരിക്കും. അവിടെയാണ് കൂടുതൽ സ്നോർക്കലിംഗ്, ഡൈവിങ് അങ്ങനെയുള്ള പല വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇവിടെ നിന്ന് ഈ പറഞ്ഞ സീ പ്ലെയിനോ അല്ലെങ്കിൽ സ്പീഡ് ബോട്ടുകളോ ബോർഡ് ചെയ്തിട്ട് നമുക്ക് ലോക്കൽ ഐലൻഡ്സിലേക്ക് പോകാം. അപ്പം ഞങ്ങളുടെ സീ പ്ലെയിന് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകണം. അപ്പം ഈ മാലി എയർപോർട്ടിൽ നിന്ന് ഇവരുടെ തന്നെ ബസ് അവൈലബിൾ ആണ്. അപ്പം നമ്മളെ അങ്ങോട്ട് കൊണ്ടാക്കും, നമ്മുടെ സീ പ്ലെയിനിന്റെ ലൊക്കേഷനിലേക്ക് കൊണ്ടാക്കും. അവിടെ നിന്ന് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ഐലൻഡിൽ കൊണ്ടാക്കും. അപ്പോൾ നമ്മുടെ അടിപൊളി കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള 10 days ആണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിന്റെ ഫസ്റ്റ് ഡേയിൽ ഞാൻ ഇവിടെ ലാൻഡ് ചെയ്ത് ഭയങ്കര എക്സൈറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. സോ എക്സൈറ്റഡ്. അപ്പം പല ആക്ടിവിറ്റീസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനി വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഈ യാത്രയുടെ ഓരോ നിമിഷങ്ങളും നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് ഫർദർ നമുക്ക് പോവാണ്. നമ്മുടെ ബസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുമായിരുന്നു. അപ്പൊ നേരെ നമുക്ക് ബസ്സിലേക്ക് കയറാം. ഇതാണ് ഇനിയിപ്പോ നമ്മള് ഈ ബസ്സിലായിരിക്കും സീ പ്ലെയിനിൽ കയറുന്ന ലൊക്കേഷനിലേക്ക് പോയി. നമ്മുടെ ഏകദേശം ഒരു 10-20 പേര് മാത്രം കൊള്ളുന്ന ഒരു ചെറിയ വാനിലാണ് നമ്മളിപ്പം നമ്മുടെ സീ പ്ലെയിൻ ലോഞ്ചിന്റെ ലൊക്കേഷനിലേക്ക് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സീ പ്ലെയിനിലെ ടിക്കറ്റ്. അപ്പം ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ ഫുള്ള് കടലും ബോട്ട് സ്പീഡ് ബോട്ടുകളും ചെറിയ പട്ടണങ്ങൾ അപ്പുറത്തും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചകളാണ് അപ്പുറത്തും ഇപ്പുറത്തും ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ എക്സൈറ്റിംഗ് ആണ് കേട്ടോ. ഈ സീ പ്ലെയിൻ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയാ,
സൂപ്പർ എക്സൈറ്റിംഗ് തന്നെയാണ്. കാരണം ഒരു പൈലറ്റിന്റെ തൊട്ടടുത്തിരുന്ന് നമുക്ക് പ്ലെയിനിൽ കയറി യാത്ര ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി അല്ലേ. അപ്പോൾ അങ്ങനെ വളരെ രസകരമായ സീപ്ലെയിൻ യാത്രയ്ക്കാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഏകദേശം എത്താനായിട്ടുണ്ട്, അധികം ദൂരമൊന്നുമില്ല. ഇപ്പൊ ഈ മാലിന്ന് ഈ മാലിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇവിടെയാണ് അത്യാവശ്യം ട്രാവൽ ചെയ്യാനും വണ്ടി ഓടിക്കാനും ഒക്കെ ഏരിയ ഉള്ളത്. മറ്റേത് ചെറിയ ചെറിയ ഐലൻഡിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അത്ര വലിയ വലുപ്പമൊന്നുമില്ല. നമ്മുടെ ഐലൻഡിലേക്ക് പോകുന്ന നമ്മുടെ സെയിം പ്ലേസ് നമ്മളെ കാത്ത് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ ആ ലോഞ്ചും ആ ലൊക്കേഷനും അവിടുത്തെ ഹൈറ്റിൽ നിന്ന് നമുക്ക് പല പല സീപ്ലെയിന് ബാക്കി ഇട്ടേക്കുന്ന കാഴ്ചകളൊക്കെ വട്ടിപ്പൊളിയാണ്. അപ്പം നമുക്കതൊക്കെ നമ്മള് ബസ് ഇറങ്ങിയിട്ട് നമ്മള് നമ്മുടെ ഈ സീപ്ലെയിൻ ലോഞ്ചിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഇതാണ് സീപ്ലെയിൻ ലോഞ്ചിന്റെ എൻട്രൻസ്. ഇനിയിപ്പം നമ്മുടെ ടിക്കറ്റ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരിക്കും അവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 by 1 ആയിട്ട് നമ്മുടെ സീ പ്ലെയിനിലേക്ക് വെറും 10 പേരെ മാത്രം ഉൾക്കൊള്ളിക്കുന്ന ചെറിയ നമ്മുടെ പ്ലെയിനിലേക്ക് കയറാം. വിലമന്ത് You can go to the Niri lounge just upstairs to the right side, first floor lounge. Okay, thank you. നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത് നീരി ലോഞ്ചിൽ പോയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം അവിടെ നമുക്ക് വേണ്ടി നമ്മുടെ സീ പ്ലെയിൻ കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സീ പ്ലെയിനിലേക്ക് കയറാം. ഇതാണ് നല്ല അട്ടിയടിക്ക് കുറേ ചെയർസൊക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് വളരെ കാമായിട്ട് നമുക്കിവിടെ റെസ്റ്റ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സീ പ്ലെയിനിലേക്ക് കയറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. പല പല കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് എൻജോയ് ചെയ്തു പോകും. അപ്പം നമ്മൾ സീ പ്ലെയിൻ ലോഞ്ചിൻ്റെ റെസ്റ്റിംഗ് ഏരിയയിലായിരുന്നു നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുള്ളത്. സീ പ്ലെയിനുകൾ നല്ല അടിപൊളിയായിട്ട് അടിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത്. അയ്യോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് സീ പ്ലെയിൻ ടെർമിനലാണ് ഈ മാലിയിലെ ഞാനിപ്പം നിൽക്കുന്ന സീ പ്ലെയിൻ ടെർമിനൽ. അപ്പം ഇവിടുന്ന് ഏകദേശം ദിവസേന 500-500-ലധികം സീ പ്ലെയിനുകളാണ് ഇവിടുന്ന് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുള്ള ലോഞ്ചാണ് ഇവിടെ. അപ്പോൾ സീ പ്ലെയിൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 പേർക്ക് മാത്രം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വിമാനമാണ് സീ പ്ലെയിൻ. അപ്പൊ അതിന്റെ പ്രത്യേകത കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, അത് വെള്ളത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെള്ളത്തിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് മുന്നോട്ട് പോയി അതിന്റെ ആ ഒരു സ്പീഡ് ഒന്ന് ബാലൻസ് ആയി കഴിയുമ്പം വെള്ളത്തിൽ നിന്ന് തന്നെ പൊങ്ങി ഒരു അത്യാവശ്യം ഒരു ഹൈറ്റിൽ പോയി. സാധാ പ്ലെയിനിന്റെ അത്ര ഹൈറ്റ് പോയില്ല. അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ ദ്വീപുകൾ ഇങ്ങനെ വട്ടമായിട്ട് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ആ ഒരു ഹൈറ്റിൽ പോയിട്ട് പിന്നെ സീയിൽ തന്നെ, കടലിൽ തന്നെ ലാൻഡ് ചെയ്യുകയാണ് സീ പ്ലെയിനിന്റെ പ്രത്യേകത. അങ്ങനെ ഇവരിപ്പം നമുക്ക് കാണാം ഒന്ന് ലാൻഡ് ചെയ്യുകയോ സ്റ്റാർട്ട് ചെയ്യുകയോ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീ പ്ലെയിൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദൃശ്യമാണ്. കണ്ടോ, വെള്ളത്തിൽ കൂടെ ബോട്ടിനെ പോലെ, സ്പീഡ് ബോട്ട് പോലെ ചീറിപ്പാഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ സ്പീഡ് ആയി കഴിയുമ്പോഴത്തേക്കും പയ്യെ വെള്ളത്തിൽ നിന്ന് അങ്ങ് പൊങ്ങും. അതിന്റെ ബേസ് ഏതാണ്ട് ഒരു ബോട്ടിന്റെ പോലെയാണ് ബേസ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് മുങ്ങിപ്പോകത്തില്ല. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് അവർ എൻജിൻ ആ ഒരു ട്രാക്കിൽ എത്തിക്കഴിയുമ്പോൾ പയ്യെ വെള്ളത്തിൽ നിന്ന് അങ്ങ് പൊങ്ങും. വളരെ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ സീ പ്ലെയിനിലെ യാത്ര എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മുടെ സീ പ്ലെയിൻ ഇനി കുറച്ച് ദൂരം, അരമണിക്കൂർ കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സീ പ്ലെയിൻ എത്തും. അപ്പൊ ഇതേപോലെ പല പല സ്പോട്ടിലേക്കായിരിക്കും നമ്മൾ ചെന്നെത്തുക. ഏറ്റവും വലിയ ഒരു സീ പ്ലെയിൻ കമ്പനി, ഒരു ട്രാൻസ് മാൽഡീവിയൻ എയർവേസിന്റെ ലോഞ്ചിൽ ഒരു സീ പ്ലെയിൻ ഫെസിലിറ്റിയിലാണ് നമ്മൾ കയറുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് കാണുന്നത്, നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കിയാലൊക്കെ കാണുന്നത് ഈ ട്രാൻസ് മാൽഡീവിയൻ എയർവേസിന്റെ സീ പ്ലെയിനുകൾ അടുക്കി ഇട്ടേക്കുന്നതാണ്.
ഭയങ്കര നമ്മുടെ കേരളത്തിലെ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടു സീ പ്ലെയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം സീ പ്ലെയിൻ കയറാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള താല്പര്യമുള്ളവർക്കൊക്കെ അങ്ങോട്ട് പോയി കാണാവുന്നതാണ്. പക്ഷെ ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ഫീല് കിട്ടുന്നെങ്കിലും ഭയങ്കര ഒരു 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 വേറെ തന്നെ ഒരു ലോകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതും ഇവിടെ നിന്ന് പല പല സീ പ്ലെയിനുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നതും അവിടേക്കുള്ള യാത്രയും ആ ഒരു പോക്കും ഒക്കെ. നമ്മൾ കാത്തിരുന്ന നമ്മുടെ സീ പ്ലെയിൻ എൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വിലമന്തോ ഐലൻഡിലേക്ക് പോകുന്നവരെ ഈ ടിക്കറ്റ് ഈ പ്ലെയിനിലേക്ക് കയറേണ്ടവരെല്ലാവരെയും നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഒരു റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് നമ്മളെല്ലാവരെയും ലൈനാക്കിയിട്ട് നമ്മളിപ്പോൾ സീ പ്ലെയിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പം ഞാനാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു വർഷം മുന്നേ ഞാൻ ഇതേപോലെ സീ പ്ലെയിനിൽ കയറിയതാണ്. പക്ഷേ ഓരോ തവണയും നമ്മൾ സീ പ്ലെയിനിൽ കയറുമ്പോൾ അതൊരു ഭയങ്കര ഫീലാണ്, ഭയങ്കര ഒരു എന്താ പറയുന്നത്, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സീ പ്ലെയിനിലെ യാത്ര എന്ന് പറയുന്നത്. നമ്മുടെ കോക്പിറ്റിൽ ചേർന്ന് നമ്മുടെ പൈപ്പിൻ്റെ തൊട്ടടുത്തിരുന്ന് നമ്മൾ സീ പ്ലെയിനിൽ യാത്ര ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ട് പൊന്നോ. നമ്മളിപ്പം ഇതേ കണക്കാണ് രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഒരു സൈഡിലേക്ക് ഇവിടെ ഇങ്ങോട്ടുണ്ട് പല ഡിവിഷനിലായിട്ട് പല സീ പ്ലെയിനുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഗൈഡ് നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന സീ പ്ലെയിനിൽ നമ്മളെ കൊണ്ട് കയറ്റും. അപ്പം ഞാൻ ഈ ഫ്രണ്ടിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് എനിക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമ്മള് ഇതാണ് നമ്മുടെ സീ പ്ലെയിന് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 10-15 പേർക്കോ മാത്രം കയറാൻ പറ്റുന്ന ഒരു ചെറിയ മിനി ബസ് പോലത്തെ ഒരു ഐറ്റമാണ് ഈ സീ പ്ലെയിനിൻ്റെ ഏറ്റവും ഒരു മിനി വേർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇതിന് വീലോ അങ്ങനെ ചക്രം അങ്ങനെ ഇതൊന്നും ഇല്ല. താഴെ ഒരു ബോട്ട് പോലെയാണ് ഇതിൻ്റെ താഴെ ഭാഗം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് അത് ബാലൻസ് ചെയ്തങ്ങിരിക്കും. ഇവിടെ ഫുള്ള് ഭയങ്കര ഒരു എന്താ ഈ മെഷീൻ്റെ ഈ എൻജിൻ്റെ ഈ ഒച്ചയാണ് കേട്ടോ. ഭയങ്കര ഒരു വെയിലും അടിക്കുന്നുണ്ട് ഈ സമയത്ത്. ഇതിന്റെ വാതിൽ എന്ന് പറയുന്നത് താങ്ക് യു. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട സീറ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും ഫ്രണ്ടില് കോക്പിറ്റിന്റെ തൊട്ട് ചേർന്നിട്ടുള്ള സീറ്റാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഞാൻ ആദ്യം പോയതുകൊണ്ട് ഞാൻ തന്നെ സീറ്റ് സെലക്ട് ചെയ്തു. നമ്മുടെ സീ പ്ലെയിൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെ പൈലറ്റിന്റെ തൊട്ടടുത്തിരുന്നത് നമ്മള് പ്ലെയിൻ ഓടിക്കുന്ന ഫീലിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. കോക്പിറ്റൊക്കെ തൊട്ടടുത്ത് കണ്ടുകൊണ്ട് അവരുടെ എൻജിൻ അവരുടെ കൺട്രോളെല്ലാം നേരിട്ട് വാച്ച് ചെയ്താണ് നമ്മൾ സീ പ്ലെയിൻ യാത്ര. ഈ ജനൽ വഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്കുള്ള ഫുള്ള് വെള്ളവും അതിൻ്റെ ഫാന് അതിൻ്റെ ആ യന്ത്രത്തിൻ്റെ ആ സീ പ്ലെയിനിൻ്റെ ഓരോ പാർട്സ് ഫങ്ഷൻ ചെയ്യുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ഇത് ശരിക്കും ഒരു സ്പീഡ് ബോട്ടായിട്ട് തന്നെയാണ് കുറച്ച് നേരം വെള്ളത്തിൽ കൂടെ പോകുന്നത്. അപ്പം കുറച്ചങ്ങനെ ആ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ വെള്ളത്തിൽ നിന്ന് അങ്ങനെ പോകും. എക്സൈറ്റഡ്. നല്ല രസമായിരിക്കും കേട്ടോ. ഇത് ഒത്തിരി നമ്മളെ സാധാ പ്ലെയിൻ പോലെ ഒത്തിരി ഹൈറ്റിൽ പോകത്തില്ല. അപ്പം നമുക്ക് മുകളിൽ നോക്കുമ്പോഴത്തേക്ക് താഴെ ഇങ്ങനെ ചെറിയ ചെറിയ വട്ടമായിട്ട് നമുക്ക് പല പല ഐലൻഡ്സ്, നല്ല ഭംഗിയുള്ള ഐലൻഡ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് പോകാൻ പറ്റും.
ഇവിടെ ഇതിപ്പോൾ നമ്മുടെ കോക്പിറ്റിൽ ഇരുന്ന് നമ്മുടെ പൈലറ്റ് ഇത് കൺട്രോൾ ചെയ്യുന്നതാണ്. നമ്മുടെ സീപ്ലെയിൻ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, വെള്ളത്തിൽ കൂടെ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് നമ്മുടെ സാധാ പ്ലെയിൻ പോലെയല്ല, നമ്മുടെ ഈ സീപ്ലെയിനിന് സൈഡിൽ നമ്മുടെ ഹെലികോപ്റ്ററിലൊക്കെ പോലെ ഒരു ഫാൻ, കറങ്ങുന്ന ഒരു ഫാനുണ്ട് 2 സൈഡിലായിട്ട്. അതിങ്ങനെ 2 സൈഡിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പം മൊത്തത്തിലൊരു വെറൈറ്റി ഫീലാണ്. നമ്മുടെ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ സീപ്ലെയിൻ പറന്നു നീങ്ങുകയാണ്. പറന്നില്ല, കുറച്ചു നേരം വെള്ളത്തിലുണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ ഇരിക്കുന്നത്. നല്ല ഒച്ചയാണ്, ഈ എൻജിൻ്റെ ഒക്കെ നല്ല ഒച്ചയാണ് നമുക്കിവിടെ ഇരിക്കുമ്പോഴത്തേക്ക്. ഈ ഓരോ നേരെ ഫ്രണ്ടിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഒച്ച, വെള്ളം ചീപ്പിക്കുന്നതിൻ്റെ ഒച്ചയും എൻജിൻ കറങ്ങുന്നതിൻ്റെ ഒച്ചയും കൂടെ ആയിട്ട് ഭയങ്കര ഒരു സൗണ്ടാണ് ഉള്ളിലിരിക്കുമ്പോൾ. ഇത് നമ്മൾ ചെറിയ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ചെറിയൊരു പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. എന്നാൽ സാധാ പ്ലെയിനിൽ പോകണ അത്ര ഒരു വേരിയേഷൻ ഉണ്ടാവാറില്ല. എന്നാൽ ഒരു ഹൈറ്റ് പോണേക്ക് ഒരു ഫീലുണ്ട്. പയ്യെ സ്പീഡ് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പീഡ് ബോട്ട് പോലെ തന്നെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. താഴെ കണ്ടാൽ അറിയാം, ഈ നമ്മളിപ്പോ ഇനി കാണുന്ന പോർഷനൊക്കെ ഇനി എയറിലായിരിക്കും. ഈ വെള്ളം ടച്ച് ചെയ്തിന് പോകത്തില്ല. വെള്ളത്തിന്റെ മൂവ്മെന്റ് കാണുമ്പോൾ നമുക്കറിയാം ഇത് വെള്ളത്തിലേക്ക് തട്ടിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പയ്യെ അത് ഫുള്ള് ആകാശത്തിൽ നിൽക്കുന്ന രീതിയിലാണ് ഈ പറന്ന് കയറാൻ പോകുന്നത്. എന്താ പറയാ, ഒരു പച്ച കളറ് കൂടിയ ഒരു കളറാണ്. പച്ചയും ഈ കടലിന് തന്നെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് ആണ്. കുറച്ച് ഒരു ഏരിയയിൽ ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ കുറച്ചൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും അതിനൊക്കെ വരുന്ന ഒരു ഷെയ്ഡിലാണ് ഇവിടുത്തെ വെള്ളത്തിന്റെ തന്നെ കളറ്, ഇവിടുത്തെ സീയുടെ കളറ്. അപ്പം അതിന് ആ ഡെപ്ത് അനുസരിച്ചാണ് ആ വെള്ളത്തിന്റെ കളർ തന്നെ ചേഞ്ച് ആവുന്നത്. ലൈറ്റ് കളറായിട്ടുള്ള ഏരിയയിൽ കുറേ കോറൽ റീഫും അങ്ങനെ കുറേ ഭംഗിയായിട്ടുള്ള അണ്ടർ വാട്ടർ കാഴ്ചകളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടെ അങ്ങ് മാറുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഡെപ്ത് കൂടുന്ന സമയത്ത് അതിൻ്റെ വെള്ളത്തിന്റെ കളർ അങ്ങ് മാറും. ഇപ്പൊ മൊത്തത്തിൽ ഒരു സീപ്ലെയിൻ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഓരോ നമ്മുടെ പ്ലെയിൻ പോലെ തന്നെ, സാധാ പ്ലെയിൻ പോലെ തന്നെ ഓരോ സീറ്റ് ബെൽറ്റ് ഉണ്ട്. പുറകേക്ക് നോക്കിയാൽ നമുക്കറിയാം ഇങ്ങനെ ഒരു സൈഡിൽ 2 പേർക്കുള്ള സീറ്റും മറ്റേ സൈഡിൽ ഒരാളുടെ സീറ്റും, നടുക്കൊരു ചെറിയൊരു പാത. ഇതിന്റെ എൻഡ് നമ്മുടെ പ്ലെയിനിലേക്ക് കയറുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വിൻഡോയാണ്. നമ്മളിങ്ങനെ കുനിഞ്ഞ് ഉള്ളിലേക്ക് കിടക്കാനായിട്ട് നമുക്ക് നിവർന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ കുനിഞ്ഞ് നടന്ന് ഇരിക്കാനാണെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയ ഒരു കുഞ്ഞി ബാൻ, ഒരു മിനി പൊടിയോ നമ്മൾ ഒന്ന് കൈ ഉയർത്തി ടച്ച് ചെയ്ത ഇതിന്റെ റൂഫിലെ ടോപ്പിൽ അത്രേ ഉള്ളൂ ഇതിന്റെ ഹൈറ്റ്. അങ്ങനെ അതിന് നമ്മൾ പുറത്തോട്ട് നോക്കി അറിയാം പല ഈ സീ പ്ലെയിനുകളും പറക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ട് വെള്ളത്തിൽ വട്ടം ചുറ്റി കറങ്ങുന്നത്. അതിങ്ങനെ കുറച്ച് വെള്ളത്തിൽ കറങ്ങി അതിന്റെ ട്രാക്കിലായി കഴിയുമ്പോഴാണ് അത് പൊങ്ങുന്നത്. ഇത് ഒരെണ്ണം പറന്ന് പൊങ്ങി. അപ്പോൾ കുറച്ച് നേരമായി നമ്മളിപ്പോൾ വെള്ളത്തിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അത്രയൊരു സ്പീഡിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴവർ പയ്യെ എഞ്ചിനൊന്ന് പ്രവർത്തിച്ച് അതിന്റെ ആ ഒരു ഫംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മാലി മെയിൻ സിറ്റിയിൽ നിന്നും പയ്യെ നീങ്ങി മുന്നോട്ട് പോവുകയാണ്. കടലിന്റെ നടുക്കേക്ക് കുറേ അധികം മുന്നോട്ടേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പം മാലി, ക്യാപിറ്റൽ സിറ്റി മാലിയുടെ അടുത്ത് കിടക്കുന്ന ഹുളു മാലിയിലാണ് നമ്മുടെ ഈ സീപ്ലെയിൻ ടെർമിനൽ, മാൽദീവിയൻ സീപ്ലെയിൻ ടെർമിനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ പയ്യെ നമ്മുടെ സീപ്ലെയിൻ സ്റ്റാർട്ട് ചെയ്ത് പയ്യെ ഉയർന്ന് പൊങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് വെള്ളത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കുറച്ച് പോർഷൻ മാത്രമേ ഈ വെള്ളത്തിൽ തട്ടി നിൽക്കുന്നുള്ളൂ. അങ്ങനെ ആ ഒരു ഇളം പച്ച ഷെയ്ഡുള്ള ആ വെള്ളത്തിൽ കൂടെ തട്ടി നമ്മുടെ സീ പ്ലെയിൻ പയ്യെ ഉയർന്ന് പൊങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം നോക്കിയാൽ കംപ്ലീറ്റ്ലി നമ്മുടെ സീ പ്ലെയിന് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയിരിക്കുകയാണ്, വെള്ളത്തിൽ നിന്ന് തട്ടുന്നേ ഇല്ല. അപ്പോൾ നമ്മളിനി ഈ വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഹുളു മാലിയുടെ പല പാർട്സാണ്.
നമ്മൾ വന്ന ഈ ബലീന ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ ഇവിടെ ഈ ഹുളു മാലിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹുളു മാലി മാലിയുടെ തൊട്ടടുത്ത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ മാലിയിലേക്ക് ഹുളു മാലിയിൽ നിന്ന് എത്താൻ വേണ്ടിയിട്ട് അവിടെ ബോട്ട് അവൈലബിൾ ആണ്. സ്പീഡ് ബോട്ടോ ഷിപ്പോ അല്ലെങ്കിൽ ഇപ്പം ഒരു പുതിയ ബ്രിഡ്ജ്, സിനമാലെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന മാലിയിലേക്ക് എത്തണമെങ്കിൽ ഈ സിനമാലെ ബ്രിഡ്ജിലൂടെ റോഡ് ട്രാൻസ്പോർട്ട് വഴിയോ അല്ലെങ്കിൽ ഇതേപോലെ ബോട്ടിലോ എത്താവുന്നതാണ്. ഇപ്പം നമുക്ക് ഈ കാണുന്നത് മാലി, ഹുളു മാലിയൊക്കെ ഏരിയ ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയധികം കൺജസ്റ്റഡ് ആയിട്ടാണ് ഈ ഏരിയ ഒക്കെ കാണുന്നത്. നല്ല ഒരു 10-12 നിലയുള്ള ബിൽഡിങ്സ് ഒക്കെ ആയിട്ട് അട്ടിയടിക്കുകയാണ് നമ്മുടെ ഈ ഹുളു മാലി കാണുന്നത്. അപ്പം ഈ ഡ്രോണിലൊക്കെ എടുക്കുന്ന പോലെ അതിലും ഭയങ്കര നല്ല ഒരു വ്യൂ ആണ് നമുക്കിപ്പോൾ ഈ സീ പ്ലെയിനിൽ ഹൈറ്റിൽ നിന്ന് മേളിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂവിൽ ഈ ഏരിയ എല്ലാം കാണാൻ പറ്റുന്നത്. അവിടുത്തെ ഈ ഹുളുമാലിയിലുള്ള സെൻട്രൽ പാർക്ക് ഏരിയയും അങ്ങനെയുള്ള പല പല ഏരിയാസ് എല്ലാം നമുക്ക് നല്ല ഹൈറ്റിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് കുറച്ച് അറ്റോൺസ് കൂടി ചേർന്ന് അങ്ങനെ മാലമാല പോലെ കിടക്കുന്ന ഈ ദ്വീപുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം ഒരു കുഞ്ഞു കുഞ്ഞു സർക്കിളായിട്ട് വട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഹൈറ്റിൽ നിന്ന് ഈ പറയുന്ന ഐലൻഡ്സ് എല്ലാം കാണാൻ പറ്റും. നമുക്ക് നോക്കിയാൽ ഇതേപോലെ ഈ ഐലൻഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് പല പല ഷിപ്പുകളും ബോട്ടുകളും ഒക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഈ സീയിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് കളേഴ്സാണ്. ആ ഓരോ ഐലൻഡിൻ്റെ ചുറ്റും നോക്കിയാൽ തന്നെ ആ ഷെയ്ഡ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഐലൻഡിലെ സെൻട്രൽ പോർഷനിൽ ഒരു പച്ചപ്പും അതിൻ്റെ ചുറ്റും വെള്ളത്തരി മണലും, അതിനോട് ചേർന്ന് കിടക്കുന്ന ലഗൂൺ ഏരിയ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും, കുറച്ച് വാട്ടറിൻ്റെ ഡെപ്ത് കൂടി വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കളർ അങ്ങോട്ട് ഡാർക്കായി ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരെ വരുന്ന പോലെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് കളേഴ്സാണ് നമ്മൾ ഈ ഹൈറ്റിൽ നിന്ന് ഈ ദ്വീപ് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ പല പല ദ്വീപുകളും ഇതിൻ്റെ കൂടുതലും പല പല റിസോർട്ട് ഏരിയാസൊക്കെ ആയിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര നല്ല ഭംഗിയുള്ള വാട്ടർ വില്ലാസൊക്കെ ആയിട്ട് മോഡിഫൈ ചെയ്തിട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ട് എടുത്തേക്കുന്ന പല പല ഐലൻഡ്സും ഉണ്ടാവും. അതേപോലെ തന്നെ ലോക്കൽ ആൾക്കാർ താമസിക്കുന്ന ലോക്കൽ ഐലൻഡ്സും ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞ നമ്മൾ കണ്ട ഈ മാലി സിറ്റിയിൽ നിന്നാണ് അവിടേക്കെല്ലാം വേണ്ട സാധനങ്ങളും ഫുഡും എല്ലാം ഇവിടേക്കെല്ലാം സപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ പാസ് ചെയ്യുന്ന ബോട്ടുകളും ഷിപ്പുകളും ഒക്കെ ആയിരിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാസ് ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള ഒരു ഹൈറ്റിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്കിപ്പോൾ സീ പ്ലെയിനിൽ നിന്ന് കാണാൻ പറ്റിയത്. ഇപ്പം നമ്മുടെ പൈലറ്റ് കോക്പിറ്റിൽ ഇരുന്നിട്ട് ഈ സീ പ്ലെയിൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മളിങ്ങനെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഈ പ്രൊപ്പല്ലറൊക്കെ ഭയങ്കര സ്പീഡിൽ കറങ്ങുന്നതിൻ്റെയും നേരെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഫാനും ഉണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഇതിൻ്റെ എല്ലാം ഒച്ച കാരണം നമുക്ക് നമ്മൾ പറയുന്നൊന്നും തീരെ കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ ഒന്നുകൂടെ റീ എഡിറ്റ് ചെയ്ത വീഡിയോയാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പം കുറച്ച് ഹൈറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മൾക്കിപ്പോൾ ഏകദേശം ഒരു സ്റ്റെബിലിറ്റിയിൽ എത്തിയിട്ടുണ്ട്. മറ്റേത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഒരു ഒച്ചയും ചെറിയൊരു ഉലച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പം ഏകദേശം ഒരു സ്റ്റെബിലിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സാധാ ഒരു പ്ലെയിനിൽ കയറി പോകുന്നതിലും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിപ്പം പ്ലെയിനിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് കാണാനായിട്ട് കുറേ മേഘങ്ങളും മുകളിലും താഴെയൊക്കെ മേഘം വെച്ച് കവർ ചെയ്തിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ സീ പ്ലെയിനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ കാഴ്ചകളും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മേഘത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ആയിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു യാത്രയെന്ന് പറയുന്നത് പ്ലെയിനിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റാണ്. താഴത്തെ നീല വെള്ളവും മേഘത്തിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ പോക്കുമായിട്ട് ഒരു ഭയങ്കര സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഈ സീ പ്ലെയിനിൻ്റെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ യാത്ര ഏകദേശം ഒരു 35 മിനിറ്റിനോട് അടുത്തുണ്ടാവും നമ്മുടെ ഐലൻഡിൽ എത്താനാണ്. അപ്പം കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ബോട്ട് വഴിയും ഇതേപോലെ ഐലൻഡ്സിലേക്കൊക്കെ എത്തും. പക്ഷെ നമ്മൾ ടൈം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്പീഡ് ബോട്ടിൽ ഒരു 2 മണിക്കൂറൊക്കെ എടുത്ത് യാത്ര ചെയ്ത് എത്തേണ്ട ആ ഒരു ദൂരം വെറും ഒരു 25-30 മിനിറ്റിൽ നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ സീ പ്ലെയിനിൽ
കയറുമ്പോഴത്തേക്കും ഉള്ള ഒരു ബെനിഫിറ്റ്. ഏകദേശം 35 മിനിറ്റാണ് വരുന്നത് നമ്മുടെ സീപ്ലെയിൻ യാത്ര. ഏകദേശം അതിന്റെ അവസാനത്തേക്ക് എത്താനായിട്ടുണ്ട്. നമ്മള് ഇത്രയും നേരം നമ്മള് യാത്ര ചെയ്തപ്പം അതായത് തുടക്കത്തിൽ കണ്ടപോലെ ആ ഒരു ഐലൻഡിന്റെ ആ ഒരു ഇത് കാണുന്നില്ലായിരുന്നു. കുറച്ച് ദൂരം ഒരു നടുഭാഗത്തേക്ക് എത്തിയപ്പോ പ്ലെയിൻ മാത്രമായിട്ടായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു ഐലൻഡിലേക്ക് എത്താനാകുന്ന സമയത്താണ് വീണ്ടും നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഐലൻഡ്സ് ഒക്കെ വീണ്ടും നമ്മുടെ റിസോർട്ടിലേക്ക് എത്താനാകുന്നതാണ് നമ്മൾ വീണ്ടും നമ്മുടെ കൊച്ചു കൊച്ചു ഐലൻഡുകളൊക്കെ വീണ്ടും കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിലെ വെള്ളത്തിലേക്ക് വന്ന് വീണ്ടും ഇടിച്ച് ഇറങ്ങുകയാണ് നമ്മുടെ സീപോർട്ട് പോലെ ഇത് കുറച്ച് ദൂരത്തേക്ക് പോകും. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ സീപ്ലെയിൻ യാത്ര. നമ്മള് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പ്രഷർ വേരിയേഷൻ നമ്മുടെ ചെവിക്കകത്ത് ഫീൽ ചെയ്യും. എല്ലാവർക്കും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മുടെ ഈ പ്രൊപ്പലറൊക്കെ കിടന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഇനി ദൂരെ നമുക്ക് നമ്മുടെ ഐലൻഡ് കാണാം. ഇനി അവിടുന്ന് നമ്മുടെ ബോട്ട് ഈ സീപ്ലെയിന്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ട് നമ്മുടെ റിസോർട്ടിന്റെ അടുത്തേക്ക് എത്തും. അപ്പൊ ഇനി ഈ റിസോർട്ടിന്റെ അങ്ങോട്ട് സൈഡിലേക്ക് വെള്ളത്തിലേക്ക് എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹട്ട് രൂപത്തിലുള്ള എക്സ്റ്റൻഷൻ ഒക്കെ നമുക്ക് മേളിൽ നോക്കിയപ്പോ കാണാമായിരുന്നു. ഇനിയിപ്പം അതിപ്പോ ഇവിടുന്ന് നോക്കിയാലേ നമുക്ക് കാണാം. വെള്ളത്തിന്റെ ഹട്ട് രൂപത്തില് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ പോയിരുന്നത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പൊ ഇവിടെ നല്ല ബ്ലൂ വെള്ളമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അത്യാവശ്യം ആഴമുള്ളതാണ്. അപ്പൊ ആഴമുള്ള ഭാഗത്താണ് ഏകദേശം ഇത് വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പം ഒത്തിരി നമ്മുടെ കരയിലേക്ക് ഒത്തിരി അടുക്കാൻ പറ്റത്തില്ല സീപ്ലെയിൻ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ബോട്ട് വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്തിട്ട് വെക്കും. അപ്പൊ അങ്ങനെ ലാൻഡ് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയാ ചെറിയൊരു രസത്തിലാണ്. മൊത്തത്തിലൊരു ചെറിയൊരു കുലുക്ക് ഒരു ഗുരുഗുരു. അപ്പൊ അങ്ങനെ നമ്മള് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി 1 by 1 ആയിട്ട് നമ്മള് സീപ്ലെയിനിൽ നിന്ന് ഫൈൽ ചെയ്യണം. അങ്ങനെ നമ്മുടെ പൈലറ്റ് നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഇത് എഞ്ചിനെല്ലാം ഓഫ് ചെയ്ത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സീപ്ലെയിനിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒന്ന് കുനിഞ്ഞിട്ട് വേണം ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ അവിടെ തലയിടിക്കും. ഞാൻ സാധാ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിൽ തന്നെ അതിന് ഇറക്കിയിട്ടില്ല. വലിയ സീനൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇനി ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ ബോട്ടിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്ലെയിൻ ഇപ്പൊ ആക്ച്വലി നമ്മുടെ വിലമന്തോയിൽ ഇറങ്ങി ഇവിടെ ഉള്ളവരെ എല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് ആ പ്ലെയിനിന് അടുത്ത റിസോർട്ടിലേക്ക് പോവാണ്. അപ്പം എല്ലാ ആൾക്കാരും ഇറങ്ങിയിട്ടില്ല. നമുക്ക് മുന്നേ നമ്മുടെ ലഗേജൊക്കെ ഇവിടെ ഇറക്കി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ബോട്ടില് നമ്മൾ കയറി. ഇനി നമ്മൾ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ സീപ്ലെയിൻ പറന്നു പോകുന്നത് നമ്മൾ കാണാം. നമ്മുടെ സീപ്ലെയിൻ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബോട്ടിലിരിക്കുകയാണ്. ദൂരെ നോക്കിയാൽ നമുക്ക് കാണാം നമ്മുടെ ഐലൻഡ്. യെസ് യെസ് യെസ്. നമ്മുടെ സീപ്ലെയിന് ഇരുന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മുടെ സീപ്ലെയിൻ വാങ്ങിയിട്ട് പറഞ്ഞ് നമ്മുടെ റിസോർട്ടിലേക്ക് കയറുകയാണ്. അപ്പം അവിടുന്ന് ഗൈഡ് നമ്മുടെ ഐലൻഡിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തരുകയാണ്. അതിന്റെ കൂടെ നമ്മൾ ബോട്ടിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സീപ്ലെയിനിനോട് ചേർന്ന് അവരത് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി വേറൊരു ഐലൻഡാണ്. നമ്മുടെ ഐലൻഡ് വരുന്നത് ഇപ്പുറത്താണ്. ഇപ്പൊ അവിടുന്ന് ആ ഒരു ഇത് ചെറിയ ചെറിയ ഹട്ടിന്റെ എക്സ്റ്റൻഷൻസ് ഒക്കെ കാണുന്നില്ലേ,
അത് അതൊക്കെ സ്പെഷ്യൽ ആയിട്ട് ടൂറിസ്റ്റ് പറഞ്ഞ് റൂം എടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന ഓരോ റൂംസ് ആണ് അങ്ങോട്ടുള്ള എക്സ്റ്റൻഷൻസ് ഒക്കെ ഉള്ളത്. ഇറങ്ങി ഐലൻഡിലേക്ക് പോണ വഴിക്ക് ചെറിയ ചെറിയ ഐലൻഡ്സ് ഇങ്ങനെ കാണാം. സൈഡിലേക്ക് ആൾതാമസം ഇല്ലാത്ത ചെറിയ ഐലൻഡ്സ്. അപ്പൊ നമുക്ക് ഇവിടെ വിൽമന്തോ റിസോർട്ടിൽ നിന്ന് ചിലപ്പം ചെറിയ ഒരു എന്താ നൈറ്റ് പാർട്ടി പോലെയോ എന്തെങ്കിലും ക്ലബ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്താനായിട്ട് ഇവിടെ ഇതേപോലത്തെയുള്ള ചെറിയ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. അപ്പോ നല്ല പച്ചപ്പ് നിറഞ്ഞ തെങ്ങൊക്കെ നല്ല എന്താ പറയുക നല്ല എനർജറ്റിക് ആയിട്ട് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ നോക്കിയിരിക്കുന്നതാണ്. അങ്ങനെ ഇനി നമ്മൾ അങ്ങോട്ട് പോയി അവിടുത്തെ അവരുടെ വെൽക്കം ഒക്കെ കഴിഞ്ഞ് നമ്മളിനി നമ്മുടെ തിരുവനന്തപുരം ഐലൻഡിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടായിട്ട് ഓരോ സിനിമ കാണാം. നമ്മൾ ബോട്ടിൽ നിന്ന് നമ്മുടെ വിലമന്തോ ഐലൻഡിലേക്ക് കാല് കുത്തുകയാണ്. അയ്യോ, ഇത് നോക്കി ഇവിടെ എൻട്രൻസിൽ തന്നെ ഇവിടെ തടിയും കൊണ്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. ഫുള്ള് സോഫ. അപ്പം രാത്രിയിലൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് എൻജോയ് ചെയ്യാനാണ്. ഇവിടെ ഒക്കെ ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ലൈറ്റ് ആകുമ്പോഴത്തേക്കും. അപ്പൊ ഇവിടെ വന്നിരുന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ കുറെ കുട്ടി ഷാർക്കുകളും ഒക്കെ ഭയങ്കര ഭംഗിയായിട്ട് കാണാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റിനൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ എൻട്രിയിൽ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് വാതിക്കല് തന്നെ ഉണ്ട്.